അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ പല ആളുകളോടും പല സാധനങ്ങളും വാങ്ങാറുണ്ട് അല്ലെ? അതുപോലെ നമ്മളോട് പല ആളുകളും പല സാധനങ്ങളും വാങ്ങാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു 3 സാധനങ്ങൾ നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾ തടയരുത്, നിങ്ങൾ കൊടുക്കാതിരിക്കരുത് എന്ന്. ഏതാണ് ആ സാധനങ്ങൾ? എന്തുകൊണ്ടാണ് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അതുപോലെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തതാരാ? ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു എന്ന് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ബഹുമാനപ്പെട്ട ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നുണ്ട്. ഏതാണ് ഈ 3 കാര്യങ്ങൾ? ഒന്ന്, വെള്ളം. ഒരാൾ നമ്മളോട് വെള്ളം ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കരുത്, നമ്മൾ തടയരുത്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമായിരിക്കും ഉണ്ടാവുക, അതിൽ നിന്നും ഒരാൾ വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം തരണം എന്ന് ചോദിച്ചാൽ പോലും നമ്മൾ കൊടുക്കാതിരിക്കരുത്. നമ്മുടെ വീട്ടിലായാൽ ഏതായാലും കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, ഇത് അവനിക്ക് കൊടുത്താൽ നമ്മളെ കയ്യിൽ തീർന്നു പോകുമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ആ ചോദിച്ച ആളുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കണം. കാരണം എന്താ? ആ വെള്ളം ഒരു ജീവൻ നിലനിർത്താൻ പോലും കാരണമാകുമെന്നാണ് അല്ലെ? നമുക്കറിയാലോ, ദാഹിച്ച് വലഞ്ഞ് വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോകുന്ന മനുഷ്യരായാലും ജീവികളായാലും ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചോദിച്ചാൽ നിങ്ങൾ തടയരുത് എന്ന്. രണ്ടാമത്തത് തീയാണ്. തീ ഒരാൾ നമ്മളോട് ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്. ചിലപ്പോ ലൈറ്ററായിട്ടാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തീ കത്തിക്കാനുള്ള ആവശ്യമായിട്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് തീ കത്തിക്കൊണ്ടുണ്ട്, അതിൽ നിന്നും കുറച്ച് തീ തരണമെന്നായിരിക്കും ചോദിക്കുന്നത്. എങ്ങനെ ആയാലും തീ കൊടുക്കാതിരിക്കരുത്. കാരണം എന്താ? അത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്നതാണ്. മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നത് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയാണ്. ഭക്ഷണം പാകം ചെയ്യാതെ പച്ചയായ ഇറച്ചിയൊന്നും നമുക്ക് തിന്നാൻ പാടില്ല. അത് വേവിച്ചിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തീ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു ഘടകമാണ്. അത് വേറെ പല ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നുണ്ടാകും. ചിലപ്പോൾ ഒരു രോഗിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് കുളിക്കാൻ ചൂടുവെള്ളം വേണ്ടി വരും, അതിന് ചൂടാക്കാൻ അത് ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ പല രൂപത്തിൽ തീ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തീ ചോദിച്ചാലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. മൂന്നാമത്തത് ഉപ്പ്. ഉപ്പ് ഒരാൾ ചോദിച്ചാൽ അതും കൊടുക്കാതിരിക്കരുത്. കാരണം ഭക്ഷണത്തിന് രുചി കൂട്ടുന്നത് ആ ഉപ്പ് കൊണ്ടാണ്. അതുപോലെ തന്നെ പല കാരണങ്ങൾക്കും ഈ ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് ചോദിച്ചാലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക. ഇത് നമ്മോട് ഒരാൾ ചോദിച്ചാൽ ഇല്ല എന്ന് പറയരുത്. ഒരു കാര്യവും നമ്മളോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ നമ്മൾ ഇല്ല എന്ന് പറയരുത്. നമ്മൾ ചോദിച്ച് തന്നിട്ടില്ല എങ്കിലും അവർക്ക് പിന്നൊരു സമയത്ത് നമ്മളിൽ നിന്നും വല്ല കാര്യവും ആവശ്യമായാൽ നമ്മൾ അന്ന് എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് ഞാൻ തരുന്നില്ല എന്ന് പറയാൻ പാടില്ല. തൊഴ്ത്തി മൻ ഹറമക്ക്, ഇങ്ങോട്ട് തടഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ നാളെ മഹ്ശറയിൽ ചെറിയ ഹിസാബോടുകൂടി രക്ഷപ്പെട്ടു പോകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്നല്ല, ഏത് കാര്യങ്ങളും നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ അതുകൊണ്ട് ഈ കാര്യങ്ങൾ എന്ന് മാത്രമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നമ്മളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാഹു തആല നമ്മെല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.